തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയിൽ 3 ദിവസമായി വെള്ളമില്ല. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്കായി കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതിയാണെന്നും പരാതി ഉയർന്നു. തൊട്ട് ഇവിടെ വെള്ളമില്ല. അപ്പോൾ ഇന്നലെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ടാങ്കറിൽ വെള്ളം അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ടാങ്കർ വെള്ളം അടിച്ചു. അത് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വെള്ളമില്ല. എവിടെ പോയൊക്കെയാണ് നമ്മൾ ബാത്റൂമിൽ പോണത്. അല്ലേ, നമ്മൾ റിസപ്ഷനിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വെള്ളം വരും, ടാങ്കിൽ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാത്രിയും വന്നായിരുന്നു. നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് അവർക്കൊരു നടപടി എടുക്കണമെന്നില്ല. അവർ പറയണമെന്ന് വെച്ചാൽ 60,000 ലിറ്റർ വെള്ളം അടിച്ചിട്ടുണ്ട്, ഉടനെ കിട്ടും. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. 3 ദിവസമായി. ഒരു ടാങ്ക് വെള്ളം അടിച്ചാൽ ഇത്ര ജനങ്ങൾ കിടക്കണടുത്ത് എവിടെ എത്തുകയും? സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള തലസ്ഥാനത്തെ ഏക സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗതികേട്. കഴിഞ്ഞ 3 ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ല എന്നാണ് പരാതി. ഇന്നിപ്പോൾ രാവിലെ ഇത്രയും സമയമായിട്ടും കുട്ടികളുടെ വാർഡിൽ വെള്ളമില്ല. വേറെ എവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് വെള്ളമില്ല. ഇപ്പോൾ എവിടെയോ കുറച്ച് പേ വാർഡിലും കണ്ട വെള്ളം വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരെല്ലാം അങ്ങോട്ടാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളില്ലാത്തത്. എല്ലാവരും ഇന്നലെ ഇവിടെ റിസപ്ഷനിൽ വന്ന് നിന്ന് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. അവർ പറയുന്നത് സിറ്റി മൊത്തം വെള്ളമില്ലെന്നാണ് പറയണത്. പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായി എത്തിയവരും കൂട്ടിരിപ്പുകാരും കുട്ടികളും ഉൾപ്പെടെ വെള്ളമില്ലാതായതോടെ ബുദ്ധിമുട്ടിലായി. 20 രൂപ 40 രൂപ വെള്ളം വാങ്ങി ഇവിടെ ഞങ്ങൾക്ക് പറ്റും. അത് ഞങ്ങൾ വെള്ളം വാങ്ങി ഉപയോഗപ്പെടുത്തുമോ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ? കുടിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റുമായി കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതിയെന്നും അമ്മമാർ പരാതിപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങൾ വെള്ളമില്ല. പ്രസവ വാർഡിൽ വെച്ചിട്ട് വെള്ളമില്ല. കുപ്പിവെള്ളങ്ങൾ വാങ്ങിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 5-6 ഇനി കുപ്പിവെള്ളം വാങ്ങാനും കയ്യിൽ നിവർത്തികളില്ല. ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. ചായ മാത്രം വാങ്ങിക്കാനാണ് വന്ന് നിൽക്കുന്നത്. ആഹാരം കഴിച്ചാൽ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളമില്ല. 3 ദിവസം കൊണ്ട് വെള്ളമില്ല. അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. നഗരത്തിൽ എല്ലായിടത്തും വെള്ളമില്ല എന്ന മറുപടിയാണ് അധികൃതർ നൽകിയതെന്നുമാണ് കൂട്ടിരിപ്പുകാരുടെ പരാതി. ഗർഭിണികളായ സ്ത്രീകളും പ്രസവ ശുശ്രൂഷയ്ക്കായി എത്തുന്നവരും കുട്ടികളുമാണ് ആശുപത്രിയിൽ. വെള്ളം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും കൂട്ടിരിപ്പുകാർ പരാതിപ്പെടുന്നു. ജനം, തിരുവനന്തപുരം.